ഒരു പ്രായമുള്ള ഒരു അമ്മയ്ക്ക് ആരോ കൊടുത്തൊരു ഫോൺ, അതുമായിട്ട് നേരെ നമ്മുടെ ഷോപ്പിലേക്ക് വന്നു. ഇത് ഓണാകത്തില്ല, 1-2 ഷോപ്പിൽ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇത് അഴിക്കാൻ പറ്റത്തില്ല, എൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ തുരുമ്പാണ്, ഇത് റെഡിയാക്കാതിരിക്കുന്നതാണ് നല്ലത്, ഇത് ഉപയോഗിക്കാനൊന്നും പറ്റുകയില്ല, റെഡിയാക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു വിട്ട്. അങ്ങനെ ഞാനിത് അഴിച്ചു നോക്കിയപ്പോൾ കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്, ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളും എല്ലാം തുരുമ്പാണ്. ഈ ഫോൺ കാണുമ്പോൾ തന്നെ അറിയാം എന്തോ വെള്ളത്തിലെണ്ട കിടന്ന ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്പീക്കറിനകത്ത് പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇട്ടേക്കുന്നത് നോക്കിയുടെ 5C ബാറ്ററി, അത് വിഷയമില്ല, അതൊന്നുമല്ല പ്രശ്നം. ഇതിൻ്റെ അകത്ത് പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രൂ എല്ലാം തുരുമ്പിടിച്ചിരിക്കുകയാണ്. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. മെയിനായിട്ട് 3 സ്ക്രൂ ആണ് തുരുമ്പിടിച്ചിരിക്കുന്നത്. ഒരെണ്ണം നമ്മൾ സിമ്പിളായിട്ട് ഊരി മാറ്റിയെങ്കിലും ബാക്കി 3 എണ്ണം അഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അത് നമുക്ക് അഴിക്കാനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ എല്ലാ ടെക്നീഷ്യന്മാർക്കും അറിയാവുന്നൊരു മാർഗ്ഗമാണ് ഇത്. ഈ സോൾഡറിങ് അയൺ പഴിപ്പിച്ച് അതിനകത്ത് വെച്ച് നമുക്ക് സ്ക്രൂ സിമ്പിളായിട്ട് ഇതുപോലെ ഊരിയെടുക്കാൻ പറ്റും. എന്തായാലും നമ്മളത് ഊരിയെടുത്ത്, എന്തായാലും മറ്റേ ഷോപ്പുകാർക്ക് അത് ഊരി മാറ്റാൻ അറിയാം, എന്നാലും അവർ ചെയ്യാഞ്ഞതായിരിക്കാം, എന്താണെന്ന് നമുക്കറിയത്തില്ല. അവർ നോക്കിയപ്പോൾ ഇത് റെഡിയാകത്തില്ലെന്നൊക്കെ തോന്നിക്കാണും. എന്തായാലും നമ്മളത് കഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് ഈ സ്ക്രൂ കാണുമ്പോൾ നിങ്ങൾക്കറിയാം എത്രമാത്രം തുരുമ്പുണ്ട്, എത്രമാത്രം പണിയെടുത്തെങ്കിലേ ഉള്ളൂ ഇത് ഊരി വരുള്ളൂ എന്നുള്ള കേസായിട്ട് അറിയാൻ പറ്റും. എന്തായാലും സോൾഡറിങ് അയൺ വെച്ചുള്ള ആ മാർഗ്ഗം എന്തായാലും നല്ലൊരു മാർഗ്ഗം തന്നെയാണ്. ഇത് സിമ്പിളായിട്ട് ഊരി വന്ന്, അത് മൊബൈലിൻ്റെ മാത്രമല്ല വേറെ എന്ത് സാധനത്തിൻ്റെയും നമുക്ക് ഇതുപോലെ അഴിച്ചു മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ള മദർ ബോർഡാണ്. മദർ ബോർഡ് ഇച്ചിരി നീറ്റാണ്, ഫോൺ പോലെ അല്ലായിരുന്നു. അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മദർ ബോർഡിൻ്റെ അകത്ത് അങ്ങനെ അഴുക്കൊന്നും ഇല്ലായിരുന്നു. എന്തായാലും നമ്മൾ ഷീൽഡ് ഒന്ന് ഇളക്കി നോക്കിയ സമയത്ത് കുറച്ച് മണ്ണും പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും ഇത് ഓണാകാൻ. എന്തായാലും ക്ലീൻ ചെയ്ത് നമ്മൾ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററി ഇട്ടൊന്ന് ഓണാക്കി നോക്കാം. ജസ്റ്റ് ബാറ്ററി ഇട്ട് റബ്ബർ ബാൻഡ് ഒന്നിട്ടാണ് നമ്മൾ ഓണാക്കി നോക്കിയത്. എന്നിട്ട് നമുക്ക് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മൾ ഇത് അടച്ച് നമ്മൾ സ്ക്രൂ ഒക്കെ ഇളക്കി കളഞ്ഞുകൊണ്ട് നമുക്ക് ഒട്ടിക്കേണ്ടി വരും ചിലപ്പം. അതുകൊണ്ട് പിന്നെ ചടങ്ങ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് നീറ്റായിട്ട് നോക്കിയിട്ടേ ഉള്ളൂ ഇതിന് അടയ്ക്കാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ സ്വിച്ചും കാര്യങ്ങളും ചാർജിങ്ങും എല്ലാം ഞാൻ നോക്കി, മൈക്കും എല്ലാം ചെക്ക് ചെയ്തു, ഒരു പ്രശ്നമില്ല. ഇനി നമുക്ക് ഇവനെ ചെയ്യാനുള്ളത് ഫുള്ളായിട്ടൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. അടിപൊളിയായിട്ട് ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒട്ടിച്ചാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് നിലത്ത് വീണാവൊന്നും പറഞ്ഞു പോകുന്നുള്ള പേടിയോ കാര്യങ്ങളൊന്നും വേണ്ട. കുറച്ച് ബോഡിയിലുള്ള പൊട്ടലും ചീറ്റലും ഒഴികെ വേറെ ഒരു കംപ്ലയിൻറ്റ് ഈ ഫോണിൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. സിമ്മും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ യൂസ് ചെയ്തായിരുന്നു. പിന്നെ പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം റിസ്ക്കാന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കരുത്. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക. എന്തായാലും ആ ഫോൺ ആ കണ്ടീഷനിലാണ് വന്നത്. ഇപ്പോൾ എന്തെങ്കിലും പറ്റിയാൽ പോലും പ്രശ്നമില്ലെന്ന് പറഞ്ഞാണ് കസ്റ്റമർ നമ്മുടെ തന്നേക്കുന്നത്. എന്തായാലും നമ്മൾ ആ ഫോൺ റെഡിയാക്കി എടുത്തു.